The numbers 1, 4, 8 on a clock's face are joined to make a triangle. ചിത്രത്തിൽ ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. Calculate the angles of this triangle. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. How many equilateral triangles can made by joining numbers on the clock face? ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ 1, 4, 8 എന്ന് പറഞ്ഞ് യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. നമുക്ക് ഈ ത്രികോണത്തിലെ കോണുകൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കുക, ഒരു ക്ലോക്കില് 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഒരു ക്ലോക്കില് 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. 5 മിനിറ്റ് എത്രയാ? 30 ഡിഗ്രി. ഇനി ഇവിടെ ഈ ക്ലോക്കിലെ സൂചിയുള്ള സർക്കിളിലാണല്ലോ കറങ്ങുക. അപ്പോ ഇവിടെ ഈ പോയിന്റ് എന്ന് ഞാൻ ഇങ്ങനെ ഒരു സെന്റർ ഇവിടെയാണ് വരിക. സെന്ററിലോട്ട് ഇങ്ങനെ വരച്ചു അല്ലെ. അപ്പൊ ഈ പച്ച വര ഉണ്ടല്ലോ, ഞാനിപ്പോ ഈ വരക്കുന്ന 1ഉം 4ഉം യോജിപ്പിക്കുന്ന ഈ പച്ച വര, അതിപ്പോ സർക്കിളിന്റെ ഒരു കോഡാണോ. നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളോടെ ഫോം ചെയ്യാം. ഈ 3 ത്രികോണത്തിന്റെ മൂലയിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്കിവിടെ അങ്ങനെ ഫോം ചെയ്യാം. അപ്പൊ നോക്കുമ്പോ ഈ പച്ച വര 1ൽ നിന്നും 4ലോട്ട് പോകുന്ന വര വൃത്തത്തിന്റെ ഞാണാണ് അഥവാ കോഡാണ്. അപ്പൊ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ഞാണ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതിന്റെ പകുതിയായിരിക്കും അതിന്റെ ഓപ്പോസിറ്റിൽ സർക്കിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു കോഡ് അഥവാ ഒരു ഞാണ് സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? അതിന്റെ പകുതിയായിരിക്കും സർക്കിളില്. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ 1ഉം 4ഉം യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന, ഞാൻ ഈ റെഡ് ലൈനായിട്ട് വരച്ച ഇവിടെ ഇങ്ങനെയുള്ള ഈ ആംഗിൾ ഉണ്ടല്ലോ, സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റുള്ള കോണ് കിട്ടും. അതേപോലെ തന്നെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഈ 8ന്റെ അവിടേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പൊ നോക്കുമ്പോ 8ഉം 4ഉം യോജിപ്പിക്കുന്ന ഈ കോഡ് അത് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള 1ന്റെ അവിടുത്തെ ആംഗിൾ കിട്ടും. ദെൻ അടുത്തത് 1ഉം 8ഉം യോജിപ്പിക്കുന്ന കോഡ് അതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഉള്ളതും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിളുകൾ നമ്മൾ നോക്കുമ്പോൾ 1ഉം 4ഉം ചേർക്കുന്ന ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30. അപ്പൊ 30, 30, 60, 30, 90. അങ്ങനെയാണ് ഫസ്റ്റത്തെ 90. ഇനി 4ന്ന് 5ലോട്ട് പോകുമ്പോൾ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30. അപ്പൊ ഒരു 3, 3, 23, 6, 3, 9, 4, 12, 120 ഡിഗ്രി. ഇനി 8ന്റെ അവിടുന്ന് 3, 6, 9, 12, 15, 150. അപ്പൊ 90ന് ഓപ്പോസിറ്റ് അതിന്റെ പകുതി അല്ലെ. 90ന്റെ ഓപ്പോസിറ്റ് വരുന്ന 90ന്റെ പകുതിയാണല്ലോ. 120ന് ഓപ്പോസിറ്റ് 120ന്റെ പകുതി, 150ന് ഓപ്പോസിറ്റ് 150ന്റെ പകുതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ കോണുകൾ. 90ന് ഓപ്പോസിറ്റ് 45, 120ന് ഓപ്പോസിറ്റ് 60, 150ന് ഓപ്പോസിറ്റ് 75. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം ഉണ്ടാക്കാനാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കോണുകൾ വന്നതൊക്കെ നമ്മൾ കണ്ടു. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും. ഓരോ കോണും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഓരോ കോണും 60 ഡിഗ്രി ആവണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? നോക്കി, ഇവിടെ 60 കിട്ടിയപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാ? 120. അപ്പൊ 120 സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ നമ്മൾ നമ്പറുകൾ അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഞാൻ 12 എന്ന് തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത നമ്പർ എവിടെ വരും? നോക്കി, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ആണല്ലോ. അപ്പൊ 30, 60, 90, 120 എവിടെ വരും? 4ൽ വരും. ഇനി അവിടുന്ന് വീണ്ടും 30, 60, 90, 120 8ൽ വരും. ഇനി 30, 60, 90, 120 കണ്ടോ? 12, 4, 8 ഫസ്റ്റത്തെ നമ്പർ കിട്ടി. ഇനി ഈ 12 ജസ്റ്റ് 1ലോട്ട് കൊടുത്താൽ മതി അല്ലെ. 1 തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിക്കാം. ഇനി 1ന്നാണ് തുടങ്ങുന്നതെങ്കിൽ 1നെ ഞാൻ റൗണ്ട് ചെയ്തു. ദെൻ 30, 60, 90, 120 5. ദെൻ 30, 60, 90, 120 9. അപ്പൊ 1, 5, 9. അടുത്ത എന്തായിരിക്കും? 1 2 ആക്കുക, 5 6 ആക്കുക, 9 10 ആക്കുക. അടുത്തത് 2 3 ആവും, 6 7 ആവും, 10 11 ആവും. ഇനി വരുമോ? 11 വരെ വന്നു. അടുത്ത എന്താണ്? ഇവിടെ 3ലാണ് തുടങ്ങി, പിന്നെ 4 ആവും, പിന്നെ 7 8 ആവും, പിന്നെ 11 12 ആവും. പക്ഷെ ആ സാധനം തന്നെയല്ലേ നമ്മൾ മുകളിലും ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്?
ട്രയാങ്കിളിന്റെ ഓർഡർ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ ഇനി 4, 8, 12 എന്ന് പറയുന്ന ഒരു നമ്പർ ഇല്ല, അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി? 4 സമഭുജ ത്രികോണങ്ങൾ, അഥവാ 4 ഇക്വിലാറ്ററൽ, 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്.